നമ്മുടെ കേരളത്തിൽ അട്ടപ്പാടിയിൽ ഒരു ആദിവാസി യുവാവിനെ മണിക്കൂറുകളോളം കെട്ടിയിട്ട് മഴയത്ത് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്നലെ തന്നെ പ്രമുഖമായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ വാർത്തകൾ സത്യമാണോ അല്ലെങ്കിൽ സംഭവങ്ങളാണോ വാർത്തകളാവുന്നത്? ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വാർത്ത വന്നു, അതിനുശേഷം പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും നമ്മുടെ പ്രമുഖ ചാനലുകളിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വാർത്തയ്ക്ക് പിറകിലൂടെ ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുന്നു. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെടലിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വേടനും വേടൻ്റെ പാട്ടുകളെക്കുറിച്ചും ഒക്കെ. ആ പാട്ടുകൾ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും അതിനെ വ്യക്തമായി എതിർക്കുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഇതൊരു എന്താ പറയുക, പലയിടങ്ങളിലും സംഭവിച്ചു പോകുന്ന മുതലെടുപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ സംഭവം സത്യമായിരിക്കാം, പക്ഷെ അതിൻ്റെ പിറകിൽ കുറച്ച് കഥകൾ കൂടെയുണ്ട്. നമുക്കൊരു വീഡിയോ കാണാം കേട്ടോ. ചില ഭാഗങ്ങൾ ബീപ്പ് ചെയ്ത് വെച്ചിരുന്നു, നല്ല കേട്ടാലറയ്ക്കുന്ന തെറികൾ. അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് സംഭവം. അങ്ങനെ ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള കമൻസും കാര്യങ്ങളും അവരോട് ബന്ധപ്പെട്ടൊക്കെ ചെയ്തപ്പോൾ ഇത് നാട്ടിൽ അദ്ദേഹം ഈ പറഞ്ഞ അടിയുണ്ടായിട്ടുണ്ട്, പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് ആ റോഡിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ബാക്കിയാണ് ഈ വന്ന വാർത്ത എന്ന് പറയുന്നത്. ഉള്ള ജീവനും കൊണ്ട് കെട്ടിയിട്ടാ ഞങ്ങളുടെ വണ്ടി കണ്ടില്ലയോ. ഈ പിറകിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാതെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് തല്ലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് വികാരം ഉണരും, കമൻറ്റ് ബോക്സുകൾ ഉണരും, അവിടെ വരുന്ന കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലൂടെ അതിനൊരു മറ്റൊരു മറുവശം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും എന്ത് ചെയ്തു കഴിഞ്ഞാലും കെട്ടിയിടുക, തല്ലുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിനൊരു മറുവശമുണ്ട്. ഈ പ്രചരിക്കുന്ന വാർത്തയുടെ മറ്റൊരു വശം, ആ ഒരു വശമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വാർത്തകൾ മാത്രമാണോ സത്യം എന്നുള്ള കാര്യം? ഈ ഒരു വാർത്ത ഇങ്ങനെ ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ നടന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ നാട്ടിലെ എന്താ പറയുക അവിടെയുള്ള ആളുകൾ തമ്മിൽ നടന്നൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം തോന്നുന്നു. അതിനപ്പുറത്തേക്ക് ജാതിയും മതവും ഈ പറഞ്ഞ പിന്നെ സംവരണമൊക്കെ നമ്മൾ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക സത്യസന്ധമായിട്ട് കിട്ടേണ്ട ചില കേസുകൾ വരുമ്പോൾ അവർക്കത് ഒരു പക്ഷേ അതിലൊരു സംശയത്തിൻ്റെ നേരിൽ വീഴുന്നത് പോലെയല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ബിന്ദുവിൻ്റെ ഒരു കേസ് എടുത്ത് പോയി കഴിഞ്ഞാൽ കേരളം മൊത്തം കൂടെ നിന്നൊരു സംഭവമാണ്. അങ്ങനെ കൂടെ നിൽക്കണം, സത്യസന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ തെളിയിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ വരുമ്പോൾ അവിടെയാണ് ചോദ്യത്തിൻ്റെ മുന വരുന്നത് അല്ലേ. സോ വാർത്തകൾ എപ്പോഴും സത്യമാണെന്നില്ല. ഷെയർ ചെയ്യുന്ന സമയത്തും സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പ്രതികരിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, തിരിച്ചറിവുണ്ടാവേണ്ടത് നമുക്കാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞാടുന്ന വിഷം തുപ്പുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ് ഇന്ന് നമ്മുടെ പട്ടി ഷോയിൽ പറയാൻ വന്ന കഥ എന്ന് പറയുന്നത്. യെസ്, സ്റ്റേ ട്യൂൺഡ്.